ഇഞ്ചോടിഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് ആദ്യം പരിചയപ്പെടാം. എന്താ മോളെ പേര്? ഹൃദയ പ്രമോദ്. ഏത് സ്കൂളിൽ പഠിക്കുന്നു? GHSS കോന്നി. എത്രയിലായി? 5th സ്റ്റാൻഡേർഡ്. ഓക്കെ, പേര് പറയോ? ഹിമ പ്രമോദ്. ഏത് ക്ലാസ്സിലാ? UKG. ഏത് സ്കൂളാണെന്ന് അറിയാമോ? എല്ലാം അമ്മ പറഞ്ഞല്ലേ? ആൻസർ അമ്മ പറഞ്ഞു തരും. എന്റെ പേര് അഞ്ജലി. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ? അതെ. സ്ഥലം എവിടെയാ? കോന്നി. സുജിത്ത്, സ്ഥലം ആറന്മുള, ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫർ. പ്രമോദ്, എൻ്റെ പേര് പ്രമോദ്, ഞാൻ ഡ്രൈവറാണ്. സൗദിയില. നാട്ടിൽ വന്നതാ? റിട്ടേൺ പോവാണ്. എന്ന് പോവും? ഇപ്പോൾ പോവാൻ. ഓ, അങ്ങനെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം, പറയാതിരിക്കരുത്. ചിലപ്പോൾ അതായിരിക്കും ശരി ആൻസർ. ഓക്കെ, എൻ്റെ കയ്യിൽ ആൻസർ ഒന്നും ഇല്ല, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ആൻസർ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം കളയണ്ട. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓടി നടക്കുന്ന തീപ്പന്തം എന്താണ്? ഓടി നടക്കുന്ന തീപ്പന്തം ട്രെയിൻ അല്ല. ഓടി നടക്കുന്ന തീപ്പന്തം ഇതൊരു ജീവിയാ, ചെറിയ ജീവി. നമ്മുടെ വീട്ടിലൊക്കെ രാത്രിയിലൊക്കെ കാണപ്പെടും. പിന്നെ മിനിങ്ങും ഈ ചേട്ടൻ പറഞ്ഞു ആദ്യമേ. ഇച്ചിരി ഓടിയായിട്ട് പറഞ്ഞു ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഒരു പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആളൊരു പിരിയൻ, നിലവിളി അപാരം. ആരാണ്? ചീവീടല്ല, ഇത് കടലിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. ആളൊരു പിരിയൻ, നിലവിളി അപാരം. ആളൊരു പിരിയൻ, നിലവിളി അപാരം. ജീവിയാണ്. ഇത് നമ്മുടെ കടലിലൊക്കെ കാണാം. 2 അക്ഷരം. ഷാർക്കല്ല. 2 അക്ഷരം. അതിന്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ നമ്മളത് ഉപയോഗിക്കണം. അതിന്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ നമ്മളത് ഉപയോഗിക്കണം. എങ്കിലേ പറ്റും. ചങ്ക് കറക്റ്റ് ആൻസർ. അവർ 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 3 അമ്മമാർ തീ കൊണ്ട് വെന്തു നീറുന്നു. അടുപ്പ് കറക്റ്റ് ആൻസർ. കണ്ടോ, മിടുക്കി കുട്ടികളുടെ ഇരിപ്പുണ്ട്. അടുക്കളയിൽ നിൽക്കുന്നവർക്ക് ആൻസർ അറിയത്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. സുന്ദരൻ എണ്ണ തേച്ച് കുളിച്ചു വന്നപ്പോൾ മേലാകെ തടിച്ചു പൊങ്ങി. ആരാണ് ആ സുന്ദരൻ? പപ്പടം കറക്റ്റ് ആൻസർ. വാവ്, വെരി ഗുഡ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടി കിട്ടുന്നത്. നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ. ആകാശത്തുകൂടെ തേരോടുന്നു, തേരാളി ഭൂമിയിൽ നിൽക്കുന്നു. എന്താണ്? ആകാശത്തൂടെ തേരോടുന്നു, തേരാളി അമ്പലമല്ല, തേരാളി താഴെ നിൽക്കുന്നു. അത് തന്നെ കറക്റ്റ്. എന്താ? പട്ടം പറത്തുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. അതെന്താ പറയാനൊരു പാട്? അതില്ല, പട്ടം പറത്തുന്നത് എന്ന് പറഞ്ഞങ്ങനെ നിർത്തി. അപ്പോൾ ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാട്ട് പാടോ? വൈറലാവോ? വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. എല്ലാരും കാണാം. ഇപ്പൊ പഠിച്ച പേടിക്കണ്ട, പാടിക്കോ. എപ്പോഴും നല്ല പാട്ട് ആലോചിച്ച് വെച്ചേക്കണേ. 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് പാടാം. ഓക്കെ, ലാസ്റ്റ് പാടാം. ആലോചിച്ച് വെച്ചേക്കണം കേട്ടോ, അതിനിടയ്ക്ക് വെച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടാൽ വടി തിന്നാൽ മധുരം. കണ്ടാൽ വടി തിന്നാൽ മധുരം. കരിമ്പ് കറക്റ്റ് ആൻസർ. കണ്ടു. 2 ക്വസ്റ്റ്യൻ. ഇവിടെ 2 ക്വസ്റ്റ്യൻ. ചേട്ടൻ 2 ക്വസ്റ്റ്യൻ. 2 പേരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാരാ? ചേച്ചിയുടെ ആങ്ങള. അപ്പോൾ ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കുന്നൊക്കെ കണ്ടറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. നേടാൻ പാടാണ്, കളയാൻ എളുപ്പമാണ്. എന്താണ്? നമുക്ക് ഈ സാധനം നേടാൻ ഭയങ്കര പാടാണ്. ലോട്ടറി അല്ല, സത്യം തന്നെ. അത് ഒരെണ്ണത്തിന് കറക്റ്റാണ്. പാട്, കളയാൻ എളുപ്പം. നമ്മുടെ നാട്ടുകാരെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് നാട്ടുകാരിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല ആൻസർ ഒന്നും. നാട്ടുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ പാടാണ്, പക്ഷെ പോവാൻ ഭയങ്കര എളുപ്പമാണ്. ഇച്ചിരി കാര്യം അതിനേക്ക് വേറൊരു പേര് പറയും. അത് തന്നെ. ആ പേരെന്താ? അതിനെ പറയുന്ന പേരെന്താ?
ഒരു പേരാ. എന്താ പേര്? ഒരു പേര്. ഡാഷ് പേര്. എന്ത് പേര്? നേടാൻ പാടാണ്, കളയാൻ എളുപ്പം. അപ്പൊ ആർക്കും അങ്ങനെ കിട്ടാറില്ല. പേരുദോഷമല്ല, അതിന്റെ ഓപ്പോസിറ്റ്. പേരുദോഷത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡാഷ് പേര്. ഫ്രണ്ടിൽ 2 അക്ഷരം. ഇനി ക്ലൂ ഒന്നും ഞാൻ തരത്തില്ലേ. ഡാഷ് പേര് കിട്ടാൻ പാടാണ്. ടൈം ഔട്ടായി. സൽ പേര്. ഗുഡ് വിൽ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ചെങ്കുപ്പായമിട്ട് വഴിവക്കിൽ വാ പൊളിച്ച് നിൽക്കുന്നത് ആരാണ്? ചെങ്കുപ്പായമിട്ട് വഴിവക്കിൽ വാ പൊളിച്ച് നിൽക്കുന്നത് ആരാണ്? അല്ല, ചെങ്കുപ്പായമിട്ട്. ചെങ്കുപ്പായം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുവപ്പ് കളറല്ലേ, ആ കളർ എന്നിട്ട് വഴിവക്കിൽ വാ പൊളിച്ച് നിൽക്കുന്നത് ആരാണ്? ജീവനില്ലാത്ത ഒരു സാധനം. അല്ല, തണ്ണിമത്തല്ല. ചേട്ടാ ആലോചിക്കണം, ഇപ്പൊ ആൻസർ പറയും. ഭയങ്കര ആലോചന. കിട്ടുന്നില്ല. ഇത് വേറെ എങ്ങും മൂവ് ആവില്ല, ഇങ്ങനെ അങ്ങ് നിൽക്കും. ചെങ്കുപ്പായമിട്ട് വഴിവക്കിൽ വാ പൊളിച്ച് നിൽക്കുന്നത് ആരാണ്? ആ വായിൽ കൂടി നമ്മൾ പല സാധനങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുക്കും. പല സാധനങ്ങളും ഇല്ല, ഒരു സാധനം. ഇതിൽ കൂടെ ഒരു ക്ലൂ ഒന്ന് പറയാം. ഡസ്റ്റ്ബിൻ അല്ലടാ, ഇത് ചെങ്കുപ്പായം മാത്രം. അതില്ലായിരുന്നെങ്കിൽ ഡസ്റ്റ്ബിൻ നമുക്ക് എടുക്കാമായിരുന്നു. ആൻസർ ആയിരുന്നു അത്. കറക്റ്റ് ആൻസർ ആണ്. 3 ക്വസ്റ്റ്യന്റെ ആൻസർ ചേട്ടൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മണ്ണിനുള്ളിൽ കൊച്ചുരുളി എന്താണ്? മണ്ണിനുള്ളിൽ കൊച്ചുരുളി. ഉള്ളി അല്ല, ചേന. കറക്റ്റ് ആൻസർ. ആൻസർ പറയുമ്പോൾ ഒരു ഇതില്ലടേ, ചേന. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പറച്ചില്ല ചേച്ചി. പാട്ട് പാടാം. ഏതായാലും മതി. नीदू काता पिल्ला एक बदन पे उसके यूड़े अनेक छोटे टांगे लंबी पूंछ पूरी टाड़ी काली मूंछ मक्की से वह लड़ता था कड़े कड़े वड़ पड़ता था. നല്ലൊരു ക്ലാപ്പ്. മോള് പാടണം. ഇനി ലച്ചുവിന്റെ പാട്ട്. വട്ടം വട്ടം നാരങ്ങ ചേട്ടൻ പാടും. മക്കള് വേറെ പാട്ട് പാടും. പെട്ടെന്ന് പാടിക്കും. സമയമില്ല, ട്രെയിൻ വരാറായി. പാടുന്നില്ല? ഞാൻ പോണേ. ഓർത്ത് വെച്ചേക്കണം. നമുക്ക് ലാസ്റ്റ് പാടാം. അടുത്ത ക്വസ്റ്റ്യൻ. കാവൽ ഇല്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ ആരാണ്? കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ. പ്രകൃതിയിൽ കാണുന്ന ഒരു സാധനം രാത്രിയിലേ കാണപ്പെടത്തുള്ളൂ. യെസ്, നക്ഷത്രം. കറക്റ്റ് ആൻസർ. ഇവിടെ മോള് 2 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. പോട്ടെ. ചേട്ടൻ്റെ പേരെന്താ? സുജിത്ത്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി സുജിത്ത് ചേട്ടനാണ്. ചേട്ടൻ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. എനിക്കും 3. ഞാൻ 3 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. 3 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു വരുന്നു ചേച്ചി. മോളും പറഞ്ഞോ 3 ക്വസ്റ്റ്യൻ? ഇവിടെ 4 ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? ഇല്ല, ഞങ്ങളെല്ലാം 3 പറഞ്ഞേ. 3 ആണല്ലേ? അപ്പൊ ഒന്ന് മാത്രമേ ആരും പറയാതുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 3 പേരെയും കൂടെ നിർത്തിയിട്ട് ഒരു മത്സരം കൂടി ഞാൻ നടത്താം. ഒരു മത്സരം എന്ന് വെച്ചാൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ. ഓക്കെ, 3 പേരിൽ ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അമ്മ പരന്ന് മകൾ ഉരുണ്ടുരുണ്ട് എന്താണ്? ആട്ടുകല്ലല്ല. അത് തന്നെ സാധിക്കുന്ന സംഭവം തന്നെയാണ്. അമ്മിക്കല്ല്. മോൾ ആൻസർ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ എന്താ മോളുടെ പേര്? അപ്പോൾ ഹൃദ്യയാണ് ഇന്നത്തെ വിജയി. അപ്പോൾ അവൾ വന്നപ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു നിന്നതാ. മോക്ക് തന്നെ സമ്മാനം കിട്ടേണ്ടത് അർഹയായ ഒരു കുട്ടിയാണ്. അപ്പോൾ ഹൃദ്യക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹർഷുമ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. തരുന്നു. ബൈ.